ശബരിമല വിഷയത്തിൽ തലപുകിക്കുന്ന ദേവസ്വം ബോർഡിനും മുഖ്യമന്ത്രിക്കും അടുത്ത ഒന്നൊന്നര പണിയാണ് കിട്ടിയിരിക്കുന്നത്. വൈക്കത്തപ്പനെയും കൊള്ളക്കാർ വെറുതെ വിട്ടിട്ടില്ല. ഇപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വഴിപാടിന് ഇനങ്ങളിൽ ലഭിച്ച 255 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായാണ് പുറത്തു വരുന്ന വിവരം. അതായത് 31 പവനോളം മോഷണം പോയി എന്ന് ചുരുക്കി പറയാം. സഖാക്കൾക്ക് ബാങ്ക് കൊള്ള കഴിഞ്ഞ് അമ്പലം വിഴുങ്ങാനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് അവലംബിച്ചിരിക്കുന്നത്. ഭരണത്തിൽ നിന്നിറങ്ങും മുമ്പ് തങ്ങൾക്കെടുക്കാൻ പറ്റുന്നതെല്ലാം എടുത്തുകൊണ്ട് പോകാമെന്ന ശ്രമത്തിന്റെ ഫലമാകാം ഇത്. ഈ മായയാക്കുന്ന സ്വർണത്തിന്റെ കണക്ക് കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വൈക്കം ക്ഷേത്രത്തിലെ കൊള്ളയുടെ നിർണായക വിവരങ്ങളുള്ളത്. 2020-21 വർഷത്തെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് സ്വർണം കാണാതായി എന്ന് തിരിച്ചറിയുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണത്. ഓഡിറ്റ് വിഭാഗം ദേവസ്വം ബോർഡിനോട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. എങ്ങനെ ഫലമുണ്ടാവാൻ ആണ് എന്നതൊരു ചോദ്യം തന്നെയാണ്. സ്വർണം ലഭിച്ചാൽ അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയാണ് പതിവ്. എന്നാൽ പിന്നീട് സ്ട്രോങ് റൂമിലെത്തിയ ശേഷമുള്ള സ്വർണത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നതാണ് അറിയാത്തത്. ആകെ 199 സ്വർണ്ണ പൊതികളിൽ 3247.9 ഗ്രാം എന്ന കണക്കാണ് രജിസ്ട്രിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ സ്ട്രോങ് റൂമിൽ 2992.07 ഗ്രാം മാത്രമേ കാണാനാവുന്നുള്ളൂ. അതായത് 255.83 ഗ്രാമിന്റെ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ മോഷണം അത്ര നിസ്സാരമായി കാണാൻ സാധിക്കുന്ന ഒന്നല്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് സർക്കാരിനും ദേവസ്വത്തിനും ന്യായമായി കൈയുണ്ടെന്ന വാദം പ്രബലപ്പെടുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും സർക്കാരിന് സംശയം നിഴലിലാക്കി വൈക്കം സ്വർണ്ണക്കൊള്ള പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല അയ്യപ്പ സംഗമത്തിന് പകരം മോഷ്ടാക്കളുടെ സംഗമം നടത്തുന്നതാകും പിണറായിക്കും ദേവസ്വം ബോർഡിന് കുറച്ചുകൂടെ അഭികാമ്യമെന്ന് തോന്നുന്നു. ഒന്നിനു പിറകെ ഒന്നായി ക്രമക്കേടുകൾ പുറത്തു വരുമ്പോൾ ദേവസ്വം ബോർഡിന്റെ കള്ളക്കഥകളാണ് പുറം ലോകത്ത് വെളിപ്പെടുന്നത്. കേരളത്തിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അഴിമതിയും മോഷണവും കൊടികുത്തി വാണിരുന്ന അവസ്ഥ സംജാതമായതിൽ സർക്കാർ തന്നെയാണ് തെറ്റുകാർ. ദേവസ്വം മന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഒത്താശയില്ലാതെ ഇത്തരം ഒരു കൊള്ള നടക്കില്ല എന്ന് വ്യക്തമാണ്.